അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, അരുൺ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ഇത് അമിതമായ കേന്ദ്രീകരണത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളെ ഇല്ലാതാക്കാനുമായുള്ള BJPയുടെ രാഷ്ട്രീയ തന്ത്രമെന്നാണ് മറുപടി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭേദഗതി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് മാത്രം ഞാൻ പറയാം. അദ്ദേഹത്തിന് മറുപടി പറയാൻ മാത്രമല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയണല്ലോ. ഇതിനിടയിൽ അങ്ങ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇടക്കാലത്ത് സർക്കാർ പൂർത്തിയാവാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു. അതിനുള്ള ഉത്തരവാണ് പുതുതായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 82A എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 82A മിഡ് ടേം ഇലക്ഷൻസ് നടത്താനുള്ള പ്രൊവിഷൻസ് ആണ് അവിടെ വെക്കുന്നത്. 3 കൊല്ലത്തിന് ശേഷം ഒരു സർക്കാർ വീണാലോ 2 കൊല്ലത്തിന് ശേഷം ഒരു സർക്കാർ വീണാലോ ഒരു മിഡ് ടേം ഇലക്ഷൻ നടത്താം. അങ്ങനെ മിഡ് ടേം ഇലക്ഷനിലൂടെ നിലവിൽ വരുന്ന സഭയ്ക്ക് ആ ഫുൾ ടേമിൻ്റെ കാലാവധി മാത്രമേ ഉണ്ടാവുള്ളൂ. 5ാമത്തെ വർഷം അത് ഡിസോൾവ് ആവും. പിന്നീട് എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനൊപ്പം വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളതാണ്. ഇവിടെ മുന്നേ ഉന്നയിക്കപ്പെട്ടിരുന്ന പോലെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമോ കേന്ദ്രഭരണം നടപ്പാക്കുമോ തുടങ്ങിയിട്ടുള്ള ആശങ്കകൾക്കൊന്നും പഴുതില്ല. ഇവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും. അതൊരു മിഡ് ടേം ഇലക്ഷൻ മാത്രമായിരിക്കും. ആർട്ടിക്കിൾ 82A വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഇത് കൊണ്ടുവന്നത്? ഇത് BJP ഏകപക്ഷീയമായിട്ട് കൊണ്ടുവന്നാണോ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. അതായത് 67 ശേഷം പിന്നീട് 1999 സമർപ്പിക്കപ്പെട്ടിട്ടുള്ള 170ാമത്തെ ഫിനാൻസ് കമ്മിറ്റി റിപ്പോർട്ട് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നടപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. 2015 79ാം പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നടപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. 2018 ലോ കമ്മീഷൻ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നടപ്പാക്കാൻ സാധിക്കുക എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം 2023 സെപ്റ്റംബർ 2 അപ്പോയിന്റ് ചെയ്തിട്ടുള്ള രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് 1800 പേജുള്ള ഒരു വളരെ വിശദമായിട്ടുള്ള പഠന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതിയാണെന്നാണ് പറയുന്നത്. 4 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. ഇപ്പോൾ എന്താ പറയുക, സാമ്പത്തിക ചെലവ് ലഘൂകരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് ഒഴിവാക്കുന്ന കാര്യം ഓൾറെഡി ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. 2, ഗവർണൻസ് എന്ന് പറയുന്ന യഥാർത്ഥ ലക്ഷ്യത്തിൽ ഗവൺമെൻറ്റുകളെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? സദാസമയം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജരായിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുകളാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എടുക്കാം. 2019 പൊതു തെരഞ്ഞെടുപ്പ്, 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2024 വീണ്ടും പൊതു തെരഞ്ഞെടുപ്പ്. 5 കൊല്ലത്തിനിടയ്ക്ക് 4 തെരഞ്ഞെടുപ്പാണ്. ശരാശരി നോക്കിക്കഴിഞ്ഞാൽ 1.25 വർഷത്തിലൊരു തെരഞ്ഞെടുപ്പാണ്. സദാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റുകൾ നിൽക്കുന്നത്. ഗവർണൻസ് എന്ന് പറയുന്ന യഥാർത്ഥ ജോലി ചെയ്യാൻ ഗവൺമെൻറ്റുകൾക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് സ്റ്റേബിൾ ഗവൺമെൻറ്റുകൾ ഉണ്ടാവുന്നില്ല. 2, ബ്യൂറോക്രാറ്റിക് എഫിഷ്യൻസിയെ വളരെ കാര്യമായിട്ട് ഇത് ബാധിക്കുന്നു. യഥാർത്ഥത്തിൽ ജനസേവനം നടത്തുക എന്ന് പറയുന്ന ബ്യൂറോക്രാറ്റുകളുടെ ജോലി, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി, ആ ജോലി ചെയ്യാൻ ഇവർക്ക് സമയമില്ല. ഇവർ എല്ലാ സമയത്തും ഇലക്ഷനറിയാണ് ചെയ്യുന്നത്. ഇവരെപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം നടത്തുക, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന ജോലിയാണ് ചെയ്യുന്നത്. 3, വികസന പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കില്ല. കാരണം ഓരോ 1.25 കൊല്ലം കൂടുമ്പോഴും ഇവിടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയാണ്. അതുകൊണ്ട് വികസന Debate with Dr. Arun Kumar.